നമസ്കാരം. ഡെബ്കോൺഫ് 2025 കാഴ്ചകളാണ് നമ്മളിന്ന് കാണുന്നത്. ഈ വർഷത്തെ ഡെബ്കോൺഫ് ഫ്രാൻസിലെ ബ്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. IMT അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ഒരു ക്യാമ്പസിലാണ് പരിപാടി നടന്നത്. ഹാളിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ ആളുകൾ ഇങ്ങനെ ടേബിളിൽ ചുറ്റിയിരിക്കുന്നതാണ്. സെഷനിൽ കയറാത്തവർക്ക് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാനുള്ള സ്ഥലമാണ്. പിന്നെ കാണുന്ന ഫ്രണ്ട് ഡെസ്ക്കാണ്. ഫ്രണ്ട് ഡെസ്കിലാണ് നമ്മുടെ സ്വാഗും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമെങ്കിൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആകാശനാണ് അവിടെ ഇരിപ്പുള്ളത്. പുള്ളിയോട് തന്നെ ചോദിക്കാം. നമസ്കാരം, ഞാൻ ആകാശ്. ഫ്രണ്ട് ഡെസ്ക് എന്നല്ല, മൊത്തത്തിലൊരു ഏറ്റെടുത്ത് എല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് നടത്തുകയാണ്. ഇതിപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡെസ്ക് ഓഫീസ്. എന്താ പറയാ, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്യുന്നു. അതെ, ഫ്രണ്ട് ഡെസ്കിൽ എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ? ഫ്രണ്ട് ഡെസ്കിൽ എന്താ പരിപാടി? ചെക്ക് ഇൻ ചെയ്യുക, പിന്നെ ബാറ്റ് പ്രിന്റ് ചെയ്യുക, പിന്നെ എന്താ പറയാ, പിന്നെ കുറെ സ്വാഗ്, അതായത് ഈ ട്രാൻസിറ്റ് കാർഡ്, കാർഡൊന്ന് കാണിച്ചേ. ട്രാൻസിറ്റ് കാർഡ്, ഇതാണ് ട്രാൻസിറ്റ് കാർഡ്. ഇത് കുത്തിയിട്ട് വാലിഡേറ്റ് ചെയ്യണം. ഇത് പാർട്ടിസിപ്പൻസിന് കിട്ടുന്ന ട്രാവൽ കാർഡാണ്, എല്ലാവർക്കും കിട്ടും. ഈ ട്രാവൽ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ബസ്സിലോ ട്രാമിലോ അതുപോലെ ഒരു കേബിൾ കാർ, ഇത് ഏതിലും വേണമെങ്കിലും യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ യാത്ര ചെയ്യാൻ നമുക്ക് വേറെ കാശ് ചിലവില്ലായിരുന്നു. ഇത് ഇത് NFC അല്ല, അതുകൊണ്ട് മറ്റേ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, RFID അല്ല. അപ്പം പിന്നെ ഇത് ഇങ്ങനത്തെ കാർഡ്, പിന്നെ സ്വാഗ് ബാഗ് തീർന്നു പോയി. പിന്നെ ക്യാമ്പിൽ വെക്കുന്നവർക്ക് സ്വിമ്മിംഗ് പൂളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇതുണ്ട്. പിന്നെ എന്താ, പിന്നെ ടീഷർട്ടുകള്, ക്വാളിറ്റി ടീഷർട്ടുകള്, പിന്നെന്താ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എന്തെങ്കിലും കൊണ്ടെങ്കിൽ ഇതാണ് എമർജൻസി ആയിട്ട് വരുന്ന സ്ഥലം. പിന്നെ ഏതൊരു കോൺഫറൻസിലും പ്രധാനപ്പെട്ടത് ഈ സെഷൻസുകളാണ്. വിവിധ സ്റ്റേജുകളിലായിട്ട് അല്ലെങ്കിൽ വിവിധ ഹാളുകളായിട്ട് നടന്ന ഒരുപാട് വിഷയങ്ങളിലുള്ള സെഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ സെഷൻസ് അറ്റൻഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം പുറത്തായിരുന്നു. പുറത്ത് കറങ്ങി നടപ്പായിരുന്നു പ്രധാന പരിപാടി. എങ്കിലും കുറേ അധികം സെഷൻസ് അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് എടുത്ത വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള അനൂപി ഇവിടെ ഒരു സാധനം പ്രസൻറ്റ് ചെയ്തായിരുന്നു, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. ഞാൻ തുടക്കത്തിൽ കാണിച്ച ഹാളിൽ ഉള്ള സംവിധാനങ്ങളാണിത്. പല പ്രൊജക്റ്റുകളും അവരുടെ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ARM64 ഒക്കെ പോലെ പുതിയൊരു ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തു. അതിൽ ഡെബിൻ ഓടിക്കുന്നതൊക്കെ കാണിക്കുന്നതായിരുന്നു. അതുപോലെ മൊബിയൻ ഫോണുകൾ ഉപയോഗിച്ച് വെച്ചൊരു ഡാറ്റ ഫോം പരിപാടികളൊക്കെ, അങ്ങനെ പല പരിപാടികൾ ഇവിടെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പങ്കെടുത്ത എല്ലാവരെയും കൂട്ടിയിട്ടുള്ളൊരു ഫോട്ടോ സെഷനാണ്. എല്ലാ ഡെബ്കോൺഫിനും അതുപോലെ എല്ലാവരെയും നിർത്തിയിട്ടൊരു ഫോട്ടോ എടുക്കും. മുകളിൽ നിന്നാണ് ഫോട്ടോ എടുക്കുക. അപ്പോൾ അത്രയും ആളുകൾ കൂടി നിന്നിട്ടാണ് ഈ ഫോട്ടോ സെഷൻ നടക്കുന്നത്. ഇതാണ് നമ്മളെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ടീം. കേരളക്കാരാണ് കൂടുതൽ, എങ്കിലും ആ ടീമാണിത്. ഇത് പിന്നെ ഓരോ വർഷത്തെയും ഡെബ്കോൺഫിന് ടീഷർട്ടുകൾ ഇട്ടിട്ട് തുടക്കം മുതൽ എടുക്കും വരെ നിൽക്കുന്ന ഒരു സെഷൻ. പിന്നെ എൻ്റെ ഇടയിൽ കൂടെ സുബിൻ്റെ വക ഒരു ഷൂട്ടുണ്ടായിരുന്നു, ഡെബിൻ്റെ ഒരു വീഡിയോ. അത് ലിങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുക്കാം. അത് ഗംഭീരമായിരുന്നു. ഡെബിന് വരെ റീപോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള സംഭവമായിരുന്നു. പിന്നെ നമുക്ക് ഫ്രീ ടൈമിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഫോർക്കൊക്കെ വെച്ച് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആ ഫ്രണ്ടിലിരിക്കുന്ന ഓറഞ്ച് സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ സമയം കളയുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. അടുത്തത് കോൺഫറൻസ് ഡിന്നറാണ്. പരിപാടിക്ക് വന്ന എല്ലാവരും ഒരു ഡിന്നറിന് വേണ്ടി കൂടും. വൈന് പരിപാടികളും പാട്ട്, ഫുഡ്, അങ്ങനെ ഇതൊരു കടൽ തീരത്താണ്. ഈ പറഞ്ഞ സ്ഥലം നടക്കുന്ന ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കടൽ തീരത്താണ്. അപ്പോൾ ഈ അത് നടക്കുന്ന ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലവും ഒരു കടൽ തീരത്തിനടുത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ അപ്പുറത്തൊരു കോട്ടയിലായിരുന്നു ഈ പരിപാടി. അവിടെ നിന്നൊക്കെ കടലൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് കാണാം. അപ്പോൾ അതിനടുത്തായിരുന്നു ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ താമസിക്കുന്നത് കുറച്ച് ടൗണിലായതുകൊണ്ട് അവസാന വണ്ടി പോകുന്നതിന് മുമ്പ് പോരുന്നതുകൊണ്ട് എനിക്ക് അതെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഡെബ്കോൺഫൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ അവിടെ നമുക്ക് പറയില്ല, ഈ നേരത്തെ കാർഡ് വെച്ചിട്ട് നമുക്ക് കേബിൾ കാറിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീർന്ന അന്ന് വൈകുന്നേരം ഇറങ്ങിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഇതിലൂടെയൊക്കെ ഒരു യാത്ര ചെയ്തെല്ലാം ബ്രസ്റ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. എന്തായാലും അത് നല്ലൊരു അനുഭവമായിരുന്നു. ഡെബ്കോൺഫിന് മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തത് കൊച്ചിയിൽ വെച്ച് നടന്ന, അതായത് 2023 കൊച്ചിയിൽ വെച്ച് നടന്നതിലാണ് അറ്റൻഡ് ചെയ്തത്. ഇത് ഇവിടെ ഫ്രാൻസിലായതുകൊണ്ട് ഇവിടുന്ന് പോകാൻ എളുപ്പമായതുകൊണ്ടാണ് പോകാൻ പറ്റിയത്. എന്തായാലും ഇത്രയൊക്കെ ഇവിടെ എടുക്കാൻ കഴിഞ്ഞു. ഞാനാകെ 4 ദിവസമേ പോയുള്ളൂ. പരിപാടി കുറേ ദിവസം ഉണ്ടെങ്കിലും 4 ദിവസമാണ് പരിപാടിയിൽ അറ്റൻഡ് ചെയ്തത്. നല്ല ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു കോൺഫറൻസ് വിയന്നയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് ദുർബാലിനെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കാണാം.